നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഒരു കിഡിലെ സ്പോട്ട് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തരാം. കേരള സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഹൈടെക് ഡയറി ഫാമാണ് നമ്മളിന്ന് സന്ദർശിക്കാൻ പോകുന്നത്. ഇവിടെ എത്താനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലം കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞ് പത്തനാപുരം റോഡിൽ 3 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഹൈടെക് ഡയറി ഫാം കുരിയോട്ടുമല എന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരാളിന് 20 രൂപയാണ് എൻട്രി ഫീസ്. കാറ് അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അഡീഷണൽ ഒരു 50 രൂപ കൂടി കൊടുക്കണം. ടിക്കറ്റും എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാം. പോകുന്ന വഴിയെല്ലാം ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന കാളക്കൊമ്പന്മാരെല്ലാം പ്രതിമകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു സുന്ദരമായൊരു പശു. വീണ്ടും പശു. ഇവിടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാട്ടുപോത്ത് ഒറിജിനലാണെന്നേ തോന്നത്തുള്ളൂ. വീണ്ടും പശുക്കളുടെ ഒരു വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ട്. പശുവിനെ കേൾക്കാൻ പാട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. നല്ല കിടില മനോഹരമായ മലയാള ഗാനങ്ങളാണ് പശുവിനെ കേൾക്കാൻ. വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി പശുക്കൾ ഇവിടെ തഴച്ച് വളരുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ ഒട്ടകപ്പക്ഷി. അടുത്ത് നിൽക്കുന്ന ഒട്ടകപ്പക്ഷിയുടെ കുഞ്ഞുങ്ങളല്ല, അത് നമ്മുടെ നാട്ടിലെ വാത്തയോ അങ്ങനെ പറയുന്ന മറ്റേതോ ഇനമാണ്. ഇതാണ് ഇവിടെ ഉണ്ടോ എന്നാ കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വലിഞ്ഞ് കയറിയാലോ? വാ. പയ്യെ കയറണേ, സൂക്ഷിച്ച് കയറണം. ആഹാ, അതിമനോഹരമായ വ്യൂസ്, അടിപൊളി കാണാൻ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം നമുക്ക്. വാ, ഒരു കിടിലൻ പ്ലേസ്. വാ, കയറി വാ. സൂപ്പർ പ്ലേസ്. ഒരു എലിഫന്റ്, ഒരു ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. ഉഗ്രൻ എലിഫന്റ്. താഴേക്കൊക്കെ ഒരു വ്യൂ നോക്കിയേ, അടിപൊളി. പോകാൻ നേരത്താണ് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു കേഴമാൻ. ഇത് എങ്ങോട്ട് ഓടാൻ തിരക്കിട്ട് എവിടേക്കോ പോകാൻ നിൽക്കുന്നത് പോലെ അതിൻ്റെ ആ നിൽപ്പ് അടിപൊളി. ഇത് ഇതിനകത്തുള്ളൊരു ബട്ടർഫ്ലൈ പാർക്കാണ്. ബട്ടർഫ്ലൈസ് ഒക്കെ വളരെ കുറവാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇത് ബട്ടർഫ്ലൈ ഇപ്പോൾ എന്താണ് എൻ്റെ മുട്ടയിട്ടിരിക്കുകയാണോ തന്നെയല്ലേ? അപ്പം അതാണ് കുറവല്ലേ. അതിപ്പോൾ ഇനിയിപ്പോൾ വിരിഞ്ഞിറങ്ങും അല്ലേ? ഓക്കെ.
ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പാർക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് ഹോഴ്സ് ഫാമല്ല, ഹോഴ്സിൻ്റെ എന്തോ സാധനം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. പശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്നേ തോന്നത്തുള്ളൂ. കുട്ടികളുടെ ചിൽഡ്രൻസിൻ്റെ പാർക്കാണ്, അതുകൊണ്ട് നമ്മൾ കയറണ്ട, ചിൽഡ്രൻസ് തന്നെ അത് യൂസ് ചെയ്യട്ടെ അല്ലേ. ഇതാ ഇവിടെ ഒരു വിള മ്യൂസിയം വിപണന കേന്ദ്രം, സെയിൽ കൗണ്ടറാണ് മ്യൂസിയം. നോക്കാം അകത്തേക്ക്. അലങ്കാര മത്സ്യങ്ങൾ, അക്വേറിയം, സെയിലുമുണ്ട്, എക്സിബിഷനും ഉണ്ട്. അങ്ങനെയാണ്. ഗിനി കണ്ടാൽ ജീവനില്ലാത്തതെന്നേ തോന്നും, ജീവനുണ്ട്. ഗിനി പിഗ് എല്ലാം. ഒത്തിരി ഉണ്ട്. തിരികെ പോരാനൊരുങ്ങുമ്പോഴാണ് ഒരു പ്രതിമ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പ്രതിമ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആരുടേതാണെന്ന്. വയറു വിശന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കൂട്ടം നരാധപന്മാർ കൊന്നുതള്ളിയ കേരളത്തിൻ്റെ സ്വന്തം മധു എന്ന ചെറുപ്പക്കാരൻ്റേതാണ്. കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. എങ്കിലും കുറച്ചു നേരം അതിൽ നോക്കി നിന്ന ശേഷം ഞങ്ങൾ ഈ ഡയറി ഫാമിനോട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്.